മാജിക് അവനിലേക്ക് സ്വാഗതം. മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവൻ പവേർഡ് ബൈ ഡബ്ലോസ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇടിയപ്പം, ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ്. 2 മിനിറ്റിൽ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഉണ്ടാക്കാം. ഡബ്ലോസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം കൊണ്ട് അത് ഞാൻ 2ാമത്തെ ഐറ്റമായിട്ട് കാണിക്കുന്നുണ്ടാവും. അതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു നോൺ വെജ് അല്ലെങ്കിൽ വെജ് എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു വെജിറ്റേറിയൻ അല്ല ഉണ്ടാക്കുന്നത്, നോൺ വെജാണ്. ചിക്കൻ കൊണ്ടുള്ളൊരു വിഭവമാണ്. ചിക്കൻ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ചിക്കൻ ചുക്ക. കുറച്ചൊരു തമിഴ് സ്റ്റൈലാണ് ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ. ഞാനിപ്പോൾ കുറച്ച് തമിഴ്നാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളും ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചിക്കൻ ചുക്ക. അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ ചുക്ക തന്നെ ആകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ തയ്യാറാക്കാൻ പോവാണ്. ഈ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കുറച്ച് ചേരുവകൾ മാത്രം ആവശ്യമുള്ളൂ. അതെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ചിക്കൻ ചുക്ക ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ചുക്ക ചേരുവകൾ: ചിക്കൻ 1.5 കിലോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഉലുവ 1/2 ടീസ്പൂൺ, സവാള 2 ഇടത്തരം ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, കൊച്ചുള്ളി 30 എണ്ണം ഓരോന്നും 3-4 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 3 എണ്ണം സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, എണ്ണ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി ചുക്ക മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: ഗ്രാമ്പു ഒരു 6 എണ്ണം, പട്ട ഒരു വലുത് കഷ്ണങ്ങളായി മുറിച്ചത്, ഏലക്ക ഒരു 6 എണ്ണം, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മുഴുവൻ മല്ലി 1.5 ടേബിൾ സ്പൂൺ, വറ്റൽ മുളക് 8 എണ്ണം, കൽപ്പാശി 1-1.5 ടേബിൾ സ്പൂണോളം എടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കി തുടങ്ങാം. അതിന് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കണം. ചെറുതായി ഒന്ന് വറുത്താൽ മതി. അതായത് ഒരു ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയും, ഒരു 7-8 വറ്റൽ മുളക്, പിന്നെ എന്താ വേണ്ടത്, പിന്നെ കുറച്ച് ഗരം മസാലയുടെ ഐറ്റംസ്, കുരുമുളക്. അപ്പോൾ ആദ്യം മല്ലി, ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിയും അതിനോടൊപ്പം വറ്റൽ മുളക്, ഒരു 8 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. എല്ലാം ഡ്രൈ ഫ്രൈ മതി, എണ്ണയൊന്നും വേണ്ട. ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് 1 ടേബിൾ. അപ്പോൾ ഇതെല്ലാം ചെറുതായി ചൂടായി തുടങ്ങുന്നു. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഗരം മസാലയുടെ ഐറ്റംസ്, അതായത് ഒരു വലിയ കഷ്ണം പട്ട കുറച്ച് ചെറിയ പീസസ് ആക്കിയത്, ഒരു 6-7 ഗ്രാമ്പു, അതുപോലെ 6-7 ഏലക്ക, ഇത്രയും കാര്യങ്ങൾ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, സാധാരണ നമ്മൾ തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകം. ഇത്രയും കാര്യങ്ങൾ. ആഹാ, മണമൊക്കെ വന്നു തുടങ്ങി ഇപ്പം തന്നെ. ഇതിനോടൊപ്പം കൽപ്പാശി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് തമിഴ് മസാലയിലൊക്കെ വരുന്ന, ചെട്ടിനാട് മസാലയിൽ വരുന്നതാണ്. അത് 1 ടേബിൾ സ്പൂൺ കൽപ്പാശി. ഇതൊരു സീവീഡാണ്. ഈ സീവീഡെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാറയിലൊക്കെ പിടിച്ചിരിക്കുന്ന പോലത്തെ സീവീഡ്, അതാണ് സീവീഡ് എന്നാണ് ഇതിന് പറയുക. അത് കൽപ്പാശി. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി, ഇത് ആക്ച്വലി പറഞ്ഞാൽ ചെട്ടിനാട് മസാലയിലെ പ്രധാന ചേരുവകളാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഡ്രൈ ഫ്രൈ ഇപ്പോഴേ നല്ല മണം. ആഹാ, ഈ അടുക്കള മുഴുവൻ മണക്കും. ഇതൊന്ന് ആവശ്യത്തിന് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഒരല്പം ഒന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് വെക്കണം. അതാണ് നമ്മുടെ പ്രധാന മസാല, ചുക്കയ്ക്ക് വേണ്ട കാര്യം. അപ്പോൾ ഈ മസാലയുടെ ചേരുവകളെല്ലാം തന്നെ മൂത്ത് തുടങ്ങി. അതായത് ഈ വറ്റൽമുളക് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു ചുമയൊക്കെ വന്ന് തുടങ്ങുമല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നം. ജീരകമൊക്കെ പൊട്ടി തുടങ്ങി, നല്ല ജീരകവും പെരുംജീരകവും. യെസ്, ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചട്ടിക്കൊരു ചൂടുണ്ട്, അതിൽ ബാക്കിയും കൂടി സെറ്റ്, അതെല്ലാം പൊട്ടി. യെസ്, മതി. ഇനി ചട്ടിയിൽ നിന്നും മാറ്റാം. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കാം. അങ്ങനെ മസാല പൊടിച്ച് കഴിഞ്ഞു. നല്ല മണം. ഓഹ്, നല്ല സ്ട്രോങ് ഫ്ലേവറാണ്. ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ആ മണം, അതിൻ്റെ ഇഫക്റ്റ് കുറയാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചേക്കുവാണ്. ലാസ്റ്റ് മിനിറ്റ് അത് തുറന്ന് ഉപയോഗിക്കാം. ഇനി വീണ്ടും അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം,
നമ്മുടെ ചട്ടി നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എണ്ണ, കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് ചെയ്യുന്നതാണ് ഇത് സ്വാദുണ്ടാവുന്നത്. എണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നല്ലെണ്ണയിലൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഒരു ന്യൂട്രൽ എണ്ണ, റിഫൈൻഡ് ഓയിൽ കുറച്ച് കൂടുതൽ, ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. എങ്കിലും ജനറലി അതാണ് കൂടുതൽ ആവശ്യം. ഇതൊരു 30 കൊച്ചുള്ളി ഉണ്ട്, ഒരു ഓരോന്നിനെയും 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. ആദ്യമേ തന്നെ ഉലുവ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി ഒരു മണമൊക്കെ വരും. ആഹാ. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി, കളർ മാറി ഉലുവ എല്ലാം പൊട്ടി മൂത്ത് തുടങ്ങി. ആഹാ, നല്ല മണം. കൊച്ചുള്ളി 30 എണ്ണം ഉണ്ട്, വലുതും ചെറുതും എല്ലാം കൂടി ചേർത്തിട്ട്. 2 പച്ചമുളക് സ്ലൈസസ് ചരിച്ച് ഇങ്ങനെ കോണിച്ച് വെട്ടിയതാണ്. കൊച്ചുള്ളിയുടെ കൂടെ അതൊന്ന് വാടി തുടങ്ങിയിട്ട് പച്ചമുളകും ചേർത്തല്ലോ. ഇത് ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ഇടത്തരം സവാള, ഏകദേശം ഒരു 1/4 അല്ലെങ്കിൽ 1.5 കപ്പ് എന്ന് പറയാം, അത്രയും ചേർക്കാൻ വേണമെങ്കിൽ. കൊച്ചുള്ളി എല്ലാം കൂടെ 1 കപ്പാണെങ്കിൽ സവാള ഏകദേശം ഒരു 1.5 കപ്പ് വരെ ആകും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് കളറൊക്കെ ഒന്ന് ചെറുതായി മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കാം, കളറൊക്കെ മാറി തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഉള്ളിയെല്ലാം വാടി പച്ചമുളകും ഒക്കെ എന്നാൽ ഭയങ്കരമായിട്ട് കളർ മാറിയിട്ടില്ല. ഈ ഒരു സ്റ്റേജിലും കളർ മാറാൻ തുടങ്ങുന്ന സ്റ്റേജിൽ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. അതുപോലെ ഇഞ്ചി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 കിലോ ചിക്കനാട്ടോ ഉണ്ടാക്കാൻ പോണേ, ഒരു ഫുൾ കോഴി. ഇനി ഉള്ളിയുടെ കൂടെ കിടന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാകത്തിന് മൂത്ത് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി എണ്ണ കൂട്ടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് വരുള്ളൂ. എല്ലാം കളർ മാറിയതേ നോക്കിയേ, സവാളയുടെ കളർ മാറി തുടങ്ങി, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം പാകത്തിന് മൂത്തു, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ. ഈ സമയത്ത് നമുക്ക് ചിക്കൻ പീസസ്, ഇത് ഏതാണ്ട് ചില്ലി ചിക്കൻ്റെ ആ ഒരു അളവിനെക്കാട്ടിലും ഒരു അല്പം കൂടി, ഒരു 1.5 കിലോയുടെ കോഴി, അതായത് സ്കിന്നെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് 1.5 കിലോ ഉണ്ടായിരുന്നു, അത് ചെറിയ പീസസ് ആയിട്ടാണ് കിട്ടിയത്. ഒരു 10, 35, 40 പീസോളം ഉണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കും. ഇനി ഇതിൽ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച കുരുമുളകും വറ്റൽമുളകും ഒക്കെ ചേർന്നൊരു പൗഡർ മസാല റെഡിയാണ്. അത് മനസ്സിൽ കണ്ടിട്ടാണ് ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ഇടേണ്ടത്. അപ്പോൾ എന്തായാലും മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കും. അപ്പോൾ ചിക്കൻ കുറച്ചുകൂടെ ഗ്ലാമറാണ്. നോക്കിക്കോളൂ. ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, പാത്രം ഒന്ന് അടച്ചിടാം, എന്നിട്ട് തീ ഒരൽപ്പം കുറച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും, ആ വെള്ളത്തിൽ കിടന്ന് വെന്തിട്ട് ആ എണ്ണ മാത്രമേ തെളിഞ്ഞ് വരുള്ളൂ. പാകത്തിന് വേഗത്തെ. അപ്പോൾ നോക്കിയേ, ഏതാണ്ടൊക്കെ പകുതി കൂടുതൽ വെന്ത് കഴിഞ്ഞു. വെള്ളം ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു, ഇതെല്ലാം ചിക്കൻ്റെ വെള്ളമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ സവാള വഴറ്റിയ സമയത്ത്, സവാളയും കൊച്ചുള്ളിയും ആ സമയത്ത് ഇട്ടു. ഇനി കുറച്ച് ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പും കൂടി ചേർത്തു. പിന്നെ ഒരല്പസമയം കൂടി അടച്ചിടും. നന്നായിട്ട് വേകട്ടെ. ഇപ്പോൾ അടപ്പെല്ലാം മാറ്റി ഇത് നോക്കിയേ, ആ വെള്ളം ഇറങ്ങി വന്നല്ലോ ചിക്കനിൽ, അതെല്ലാം വറ്റി ഏകദേശമൊക്കെ വറ്റി തുടങ്ങി.
കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക മസാല ചേർക്കാം. അതിൻ്റെ മണം ഒട്ടും തന്നെ നഷ്ടപ്പെടാണ്ട് മിക്സിയുടെ ബൗളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഇത് കുറച്ച് ഡാർക്ക് കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിപ്പോൾ വറ്റൽമുളക് വറുത്തത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, അതായത് കുരുമുളക് വറുത്ത് ചേർത്തല്ലോ, പൊടിച്ചതെല്ലാം കൂടി ചേർത്താണല്ലോ ചുക്ക മസാല ഉണ്ടാക്കി. എങ്കിലും ഒരല്പം, ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മുളകിൻ്റെ പൊടി. ഒരു കളർ ഡാർക്കാണ് വേണ്ടത്, പക്ഷേ ആ ഒരു മുളക് പൊടിയുടെ ഒരു കുറച്ചൊരു റെഡും കൂടി വരുമ്പോൾ ഇത് കുറച്ചുകൂടി ആ ഡാർക്ക് കളർ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായി കിട്ടും. നമ്മൾ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, വേറെ വെള്ളമില്ല, ഒന്നുമില്ല. ഇങ്ങനെയാണ് ആയി വരുന്നത്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, ഇതിപ്പോൾ ആവശ്യത്തിനുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഫ്രഷ് കറിവേപ്പില. ഇതാ മണം എന്നറിയോ, രക്ഷയില്ലാത്ത മണം. നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ചിക്കൻ ചുക്ക ഇസ് റെഡി. അപ്പോൾ ഇത്രയും മതി. ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ തീ കുറച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും ഓക്കെയാണ്. തീ ഓഫ് ചെയ്യുന്നു. എൻ്റെ പാത്രത്തിൽ ഇതെല്ലാം ചൂടാണ്. ഓക്കെ, ഇനി ഇത് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റ് പാത്രത്തിൽ ഞാനിങ്ങനെ അടച്ചു വയ്ക്കുന്നു. എല്ലാം ഒന്ന് സീലായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ചുക്ക ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുമായിരുന്നു. ആഹാ, തുറക്കുമ്പോൾ എന്താ മണം. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ സീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റും. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മണമാണിത്. എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. അത്രയ്ക്ക് ഫ്ലേവർഫുള്ളാണ് ഈ ഒരു ചിക്കൻ ചുക്ക. തമിഴ്നാട്ടിൽ എവിടെ പോയാലും, ഏത് ഭാഗത്ത് പോയാലും, നോൺ വെജ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സിൽ, ചെറിയ കടയാണെങ്കിലും വലിയ കടയാണെങ്കിലും അവരുടെ മെനു കാർഡിൽ പ്രധാനമായിട്ടാണ് ചിക്കൻ ചുക്ക. അപ്പോൾ അവിടെ പോകുമ്പോഴൊക്കെ നമ്മളെല്ലാം കഴിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് തന്നെ അറിയാമല്ലോ എന്തൊക്കെ നമ്മൾ ചേർക്കും എന്നൊക്കെ. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അടിപൊളി വിഭവമാണ്. ചപ്പാത്തി, പൊറോട്ട, പിന്നെന്താ ചോറ്, എല്ലാത്തിൻ്റെ കൂടെ ഈക്വലി ഗുഡാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ടാകാം. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണിത്. ഡബിൾ ഹൗസിൻ്റെ 2 മിനിറ്റ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ്. ഇത് ഒരു വലിയ മാജിക്കാണ്. കാര്യം നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും അല്ലേ? മാവ് വാട്ടിയെടുക്കണം, പിന്നെന്താ, പിന്നെ അത് പിഴിഞ്ഞെടുക്കണം, പിന്നെ ആവിയിൽ സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം. എത്ര സമയം വേണം? 2 മിനിറ്റിലൊക്കെ നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ഇതുപോലൊരു പാക്കറ്റ്, ഇതിനകത്ത് 14 എണ്ണം ഉണ്ട്. ഓക്കെ, ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർത്തിട്ടില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് വേറെ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 14 ഇടിയപ്പമാണ് ഡ്രൈഡ് ഫോമായിട്ടിരിക്കുന്നത്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാകാം, ബോയിൽഡ് വാട്ടർ ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ബോയിൽഡ് വാട്ടർ. അപ്പോൾ ഇതിപ്പോൾ നല്ല ബോയിൽഡ് വാട്ടറാണ്. തീ ഓഫ് ചെയ്യാം. ബോയിൽഡ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊട്ടിക്കുന്നു ഇടിയപ്പം 1 by 1.
ബോയിൽഡ് വാട്ടറിൽ മുങ്ങി കിടക്കണം. ഓക്കെ, ഒരു 2 മിനിറ്റ് 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ കറക്റ്റ് ഇടിയപ്പം പാകമാകും. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി പ്ലേറ്റിലേക്ക് മാറ്റും. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ദേ നല്ല സോഫ്റ്റ് ഇടിയപ്പം മിസ് റെഡി. കാണുന്നുണ്ടല്ലോ, അതിങ്ങനെ വെള്ളത്തിൽ നിന്നും ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് മാറ്റും. അങ്ങനെ എളുപ്പത്തിൽ 14 ഇടിയപ്പം സെറ്റ്. അങ്ങനെ സോഫ്റ്റ് ഇടിയപ്പം. എന്തെളുപ്പമല്ലേ. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, ബാച്ചിലേഴ്സ്, ഈവൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാം. കാര്യം ഫ്ലാസ്കിൽ ചൂടുവെള്ളം, നല്ല ബോയിലിംഗ് വാട്ടർ ഉണ്ടായിരുന്നാൽ മതി. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക, ഈ പാക്കറ്റ് പൊട്ടിച്ചിടുക, ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റിൽ സംഭവം റെഡിയാകും. നിങ്ങൾക്കത് തൊടുമ്പോൾ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് പൊടിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായി കഴിഞ്ഞു. രണ്ടോ 3 മെമ്പേഴ്സ് ഉള്ള വീട്ടിലാണ്, 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഫുൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ 2-3 ദിവസമായിട്ട് ഉണ്ടാക്കി കഴിക്കും. കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി പാലും പഞ്ചസാര ഉണ്ടെങ്കിലും ഇടിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോക്കൂ, നമ്മൾ സാധാരണ സ്റ്റീമിൽ വേവിക്കുന്ന ഇടിയപ്പം പോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഇടിയപ്പമായിട്ട് തന്നെ കഴിക്കണം എന്നില്ല. ഇടിയപ്പം വെച്ച് നമുക്ക് പല കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ. കൊത്ത് ഇടിയപ്പം, പല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാം പല സൈഡ് കാര്യങ്ങളായിട്ട്. അങ്ങനെയും ചെയ്യാം. ലെമൺ ഇടിയപ്പം, പിന്നെ മസാല ഇടിയപ്പം, അങ്ങനെ പല വേരിയേഷൻസ് ചെയ്യാമല്ലോ. ഓക്കെ, കഴിഞ്ഞു. സോ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇടിയപ്പം 2 മിനിറ്റിൽ റെഡി. അയ്യോ, പൊട്ടിപ്പോവും, അത്രയ്ക്ക് സോഫ്റ്റായി കഴിഞ്ഞു. അങ്ങനെ ഇതങ്ങനെ തന്നെ ടേബിളിൽ കൊണ്ടുവച്ചാൽ കൂട്ടത്തിലൊരു സൈഡ് ഡിഷും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ട് കഴിക്കാം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പം റെഡി. ഇപ്പോൾ എന്തൊക്കെ ആധുനികമായ സംവിധാനങ്ങളാണല്ലേ. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തവർ വാങ്ങുക, ഉപയോഗിക്കുക. ഡബിൾ ഹോസിൻ്റെ 2 മിനിറ്റ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം എന്നാണ് പാക്കറ്റിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. വാങ്ങുക, ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ഞാനിത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് ഈസി ആൻഡ് സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച നമ്മുടെ ചിക്കൻ ചുക്ക വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു തമിഴ്നാട് റെസിപ്പിയാണ്. ചെറിയ വേരിയേഷൻസോടുകൂടി പലരും പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.